പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. ലിൻഡ ജോസഫിന്റെ ഫോൺ കട്ടായിരിക്കും. ശ്രീ പ്രവീൺ കുമാർ, നേരത്തെ കോൺഗ്രസ് ഈ വിഷയത്തിനടുത്തൊരു നിലപാടിനെ കുറിച്ച് നിജേഷ് പറയുന്നുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു, ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോഴും നോക്കൂ, മുഖ്യപ്രതി മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. രണ്ട് കൂട്ടുപ്രതികളായിട്ടുള്ള രണ്ട് ജീവനക്കാർ ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. അവരെ പിടിക്കാൻ കഴിവില്ലാതെ ഇരിക്കുന്നു മുക്കം പോലീസ്. പോലീസ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച കാണിക്കുന്നുണ്ട്, ആരെ സഹായിക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? കോൺഗ്രസ് ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധം ആണ് മനസ്സിൽ ആലോചിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച ഒരു നിത്യ സംഭവമാണ് കേരളത്തിൽ. ഇന്ന് കേരളത്തിലെ പോലീസ് ക്രിമിനലുകളുടെയും അതുപോലെ തന്നെ ഗുണ്ടകളുടെയും ബി ടീമാണ്. സാധാരണഗതിയിൽ പോലീസിനെ പേടിച്ച് ഗുണ്ടകളും ക്രിമിനലും കഴിയുന്ന കാലം ഉണ്ടായിരുന്നത്. ഇന്ന് ക്രിമിനലുകളെയും ഗുണ്ടകളെയും പേടിച്ച് പോലീസ് കഴിയുന്ന കാലത്താണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. ഇത് നോക്കൂ, ഇതൊരു സംഭവം ഉണ്ടായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്, എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രതിയെ പിടിക്കുന്നത്. രണ്ട് പ്രതികൾ ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്. അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. നാണമില്ലേ പോലീസിനെ? ഇത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ള ഇക്കാര്യത്തിൽ? ഇത്രയ്ക്ക് ക്രൂരമായ ഒരു കൃത്യം കൺമുമ്പിൽ ചെയ്തിട്ടും വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും അവരെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ മതത്തിൽ വീഴ്ച എന്ന് പറഞ്ഞ കുറ്റകരമായ അനാസ്ഥയാണ്. അതിനെതിരെ കർശന നടപടിക്കണ്ടേ? അത് മാത്രവുമല്ല, ഈ ലോഡ്ജിന്റെ ലൈസൻസ് റദ്ദാക്കണ്ടേ? ഈ ടൂറിസ്റ്റ് ഹോമിന്റെ ഈ ലോഡ്ജിന്റെ ലൈസൻസ് റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ടോ എന്നും ഇത് ആദ്യത്തെ സംഭവമാണോ എന്നുള്ള ഗൗരവമായ അന്വേഷണം നടത്താൻ നിഷ്പക്ഷമായ ഏജൻസി നിയോഗിക്കണമെന്ന് പറയാനുള്ളത്. അല്ലാതെ പുറത്തു വരില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലത്. ഇത് മുമ്പേ നടന്ന സംഭവത്തിന്റെ ഒരു ആവർത്തനമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് ഗൗരവപരമായ അന്വേഷണം ഈ കാര്യം ഉണ്ടാവണം. ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? ഇങ്ങനെ ഒരു ലോഡ്ജ് ഉടമയ്ക്ക് എങ്ങനെയാണ് ഈ 4 ദിവസം ഇങ്ങനെ മുങ്ങി നടക്കാൻ കഴിയുന്നത്? എന്നിട്ട് കുന്നംകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ തെളിവൊക്കെ പുറത്തു വന്ന ശേഷമാണ്. പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഗതികെട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഈ സ്വാധീനമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ടോ ഇയാൾക്ക്? ഏതെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ? ഒന്നുകിൽ പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം, അതല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുള്ള കൃത്യമായ വീഴ്ച. ഇതേതാണ്? ഏതെങ്കിലും ഒന്ന് സംഭവിക്കാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതെ എങ്ങനെ സംഭവിക്കും? അല്ല, കോൺഗ്രസിന് അങ്ങനെ ഒരു ആരോപണമുണ്ടോ? നിങ്ങൾക്കായിരിക്കുമല്ലോ അത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, വീഴ്ച സംഭവിക്കുന്നത് കേരളത്തിലെ പോലീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിത്യ സംഭവമാണ്. ഞാൻ പറഞ്ഞ ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും ബി ടീമാണ് കേരളത്തിലെയും കോഴിക്കോട്ടെയും മുക്കത്തൊക്കെ പോലീസ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിന്റെ അകത്ത് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി പോലീസ്. അല്ല, ശ്രീ പ്രവീൺ കുമാർ, ഇതുവരെ ഒരു രാഷ്ട്രീയ സ്വാധീനം ആരോപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത് സാമ്പത്തികമായിരിക്കാം. അതായത് എല്ലാ വിഷയവും രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർത്തണമെന്നില്ല. ഞാൻ പറയട്ടെ, രാഷ്ട്രീയ സ്വാധീനമല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ച. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളത് വ്യക്തമല്ലേ? അതല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിക്ക് ഇങ്ങനെ ഇത്ര തെളിവുണ്ടായിട്ട് ഒരു പ്രതിക്ക് ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ട എങ്ങനെയാണ്? ഒന്നുകിൽ രാഷ്ട്രീയത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലം, അതല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച, അതല്ലെങ്കിൽ ഗുണ്ടകളുടെ പണത്തിൽ വീണ പോലീസിന്റെ ഗതികേട്. ഇത് ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഏതായാലും കുറ്റക്കാരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ഈ രണ്ട് കൂട്ടുപ്രതികളായിട്ടുള്ള ജീവനക്കാർ ഈ പെൺകുട്ടി കൊടുത്ത മൊഴി അനുസരിച്ചാണെങ്കിൽ മുഖ്യപ്രതിയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മോശമായിട്ടില്ല. കാരണം വീണ്ടും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പെൺകുട്ടിയെ വലിച്ചഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കൊടും ക്രൂരൻ പോലും ഈ മുങ്ങി നടക്കുന്ന 2 പ്രതികളിലുണ്ട്. അപ്പോൾ അവനെയും പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതായത് പോലീസ് വളരെ വ്യക്തമായിട്ട് രക്ഷിക്കുന്നുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടവരെ എല്ലാം എന്നുള്ളത് വ്യക്തമാണ് അല്ലേ? ഈ കാര്യത്തിൽ പോലീസ് വേട്ടക്കാർക്കൊപ്പമാണ് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഇവരെ പിടിക്കാൻ സാധിക്കില്ല. ഇവര് നാട്ടിൽ നിന്ന് കടന്നു എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ ഉത്തരേന്ത്യയിലേക്ക് ഇത്ര ക്രൂരമായ കേസുകളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. മൃതദേഹത്തിന് ബലാത്സംഗം ചെയ്യുന്ന അതിനേക്കാൾ വൃത്തികെട്ട രീതിയല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ് കിടക്കുന്ന കുട്ടിയെ പീഡിപ്പിക്കുവാൻ ക്രൂരമായ ശ്രമം നടന്നു പറഞ്ഞാൽ മനുഷ്യത്വമാണോ? ഈ മനുഷ്യത്വരഹിതമായ സംഭവം ഉണ്ടായിട്ടും തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അതൊരു വലിയ ചോദ്യമല്ലേ? അത് സംശയം വേണ്ട. ഒന്നുകിൽ പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം, അതല്ലെങ്കിൽ പണത്തിന് സ്വാധീനം, അതല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ച. ഇത് മൂന്നാണെങ്കിലും അതിന് ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെയാണ്.